നമസ്കാരം. 10 മാസത്തെ ഇഹലോക ജീവിതം പൂർത്തിയാക്കി 4 പേരെ പുതുജീവിതത്തിലേക്ക് നയിച്ച ദൗത്യം പൂർത്തിയാക്കി കുഞ്ഞാലിൻ നാളെ പറന്നുയരും. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവെന്ന ബഹുമതിയോടെ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ ഭൗതിക ശരീരം നാളെ രാവിലെ വീട്ടിൽ കൊണ്ടുവരും. അതീവ ദുഃഖത്തിനിടയിലും സ്വന്തം മകളുടെ അവയവങ്ങൾ 4 കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ പകർന്നല്ലോ എന്ന ആശ്വാസത്തിലാണ് അരുൺ എബ്രഹാമും ഷെറിനും. ഇന്നലെ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചതായി ഡോക്ടർമാർ അറിയിച്ചപ്പോൾ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സമ്മതം നൽകുകയായിരുന്നു. ഇതാകട്ടെ കേരളത്തിലെ ആരോഗ്യ ചരിത്രത്തിലെ ഒരു ചരിത്ര നിമിഷമായി. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നടവരമ്പ് സ്കൂൾ മുതൽ ഇരിങ്ങാലക്കുട ചന്തക്കുന്ന് വരെയുള്ള റോഡ് കോൺക്രീറ്റിംഗ് പാതിയിൽ നിർത്തിയതായി ആക്ഷേപം. ഫെബ്രുവരി അവസാനത്തോടെ എല്ലാ ജോലികളും പൂർത്തിയാക്കുമെന്ന് KSTP. കുഴൂർ തെക്കൻ താണശ്ശേരി കള്ളിയാട് റോഡ് നിർമ്മാണ പ്രവൃത്തികൾ വീണ്ടും നിലച്ചു. 4 വർഷമായി പൊടിശല്യം മൂലം നാട്ടുകാർ ദുരിതത്തിൽ കഴിയുന്നതിനിടയിലാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ടാറിംഗ് തുടങ്ങിയത്. മാള സർക്കാർ മോഡൽ LP സ്കൂളിൽ 133ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും ആഘോഷിച്ചു. സാരംഗ് 2K26 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നടവരമ്പ് സ്കൂൾ മുതൽ ഇരിങ്ങാലക്കുട ചന്തക്കുന്ന് വരെയുള്ള റോഡ് കോൺക്രീറ്റിംഗ് പാതിയിൽ നിർത്തിയതായി ആക്ഷേപം. 3 മാസമായി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ വെള്ളാങ്ങല്ലൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അരിപ്പാലം ചേലൂർ വഴി 7 കിലോമീറ്റർ അധികം സഞ്ചരിച്ചാണ് സർവീസ് നടത്തുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ എല്ലാ ജോലികളും പൂർത്തിയാക്കുമെന്നാണ് KSTP പറയുന്നത്. 3 മാസമായി നടവരമ്പ് സ്കൂൾ മുതൽ ചന്തക്കുന്ന് വരെയുള്ള റോഡ് പണി ആരംഭിച്ചിട്ട്. റോഡിന്റെ ഒരു ഭാഗം കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി മറുവശത്തെ റോഡ് ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിലും കോൺക്രീറ്റ് ഇടാൻ വൈകുകയാണ്. 2 ആഴ്ചയായി ഒരു പണിയും ഈ ഭാഗത്ത് നടക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. പൂതംകുളം ചന്തക്കുന്ന് 4-വരിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡിൽ പണി നിർത്തിവെച്ചിരിക്കുന്നതെന്ന് ബസ് ഉടമകൾ കുറ്റപ്പെടുത്തി. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് റോഡിൽ വളരെ വേഗത്തിലാണ് കോൺക്രീറ്റിംഗ് നടക്കുന്നത്. ഇവിടെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് വികസനം നടപ്പാക്കുന്നത്. 3 മാസമായി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ വെള്ളാങ്ങല്ലൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അരിപ്പാലം ചേലൂർ വഴി 7 കിലോമീറ്റർ അധികം സഞ്ചരിച്ചാണ് സർവീസ് നടത്തുന്നത്. നടവരമ്പ് മുതൽ ചന്തക്കുന്ന് വരെയുള്ള ഭാഗം കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയാൽ ബസ്സുകൾ ചുറ്റിവളയുന്നത് ഒഴിവാക്കാൻ കഴിയും. ഇതിനെക്കുറിച്ച് KSTP ഉദ്യോഗസ്ഥരെയും കമ്പനിയെയും മന്ത്രിയെയും അറിയിച്ചിട്ടുണ്ടെങ്കിലും റോഡ് പണി പുനരാരംഭിച്ചിട്ടില്ല. ഫെബ്രുവരി അവസാനത്തോടെ എല്ലാ ജോലികളും പൂർത്തിയാക്കുമെന്നാണ് KSTP പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ സംശയമുണ്ടെന്നും പണി എത്രയും വേഗം പുനരാരംഭിച്ചില്ലെങ്കിൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നതടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റിയും അറിയിച്ചു. മീഡിയ ടൈം, വെള്ളാങ്ങല്ലൂർ. കുഴൂർ തെക്കൻ താണശ്ശേരി കള്ളിയാട് റോഡ് നിർമ്മാണ പ്രവൃത്തികൾ വീണ്ടും നിലച്ചു. കരാറുകാരന് പണം കിട്ടാത്തതാണ് റോഡിന്റെ ടാറിടൽ അവതാളത്തിലാകാൻ കാരണമായിരിക്കുന്നത്. 4 വർഷമായി പൊടിശല്യം മൂലം നാട്ടുകാർ ദുരിതത്തിൽ കഴിയുന്നതിനിടയിലാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ടാറിംഗ് തുടങ്ങിയത്. കുഴൂർ തെക്കൻ താണശ്ശേരി മുതൽ ഐരാണിക്കുളം വരെയുള്ള ടാറിടൽ നടത്തിയ ശേഷം കരാറുകാരൻ പണി നിർത്തിയിരിക്കുകയാണ്. ഇതുവരെയുള്ള ബില്ലിൽ 45 ലക്ഷത്തോളം രൂപ കിട്ടാനുണ്ടെന്ന് കരാറുകാരൻ പറഞ്ഞു. 1 കിലോമീറ്ററോളം ടാറിടൽ നടത്തിയ ശേഷമാണ് പണി നിർത്തിയത്. ടാറിടൽ തുടങ്ങിയപ്പോൾ നാട്ടുകാർ പ്രതീക്ഷിച്ചത് റോഡ് പുനർനിർമ്മാണം പൂർത്തിയാകുമെന്നായിരുന്നു. ശേഷിക്കുന്ന ഭാഗം ഇനി എന്ന് ടാറിടുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ്. താണശ്ശേരി കള്ളിയാട് റോഡ് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ 2022 ഏപ്രിൽ 13-നാണ് പുനർനിർമ്മാണം നടത്തിയത്. 3.86 കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണം ഒച്ചിന്റെ വേഗത്തിൽ പോലും നീങ്ങിയില്ല. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ റോഡിന്റെ നിർമ്മാണം കേന്ദ്ര പദ്ധതിയിലാണ് നടത്തുന്നത്. 207.64 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന്റെ ആദ്യ കരാർ. കൂടാതെ 18.69 ലക്ഷം രൂപ 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികൾക്കുണ്ട്. എന്നാൽ ആദ്യ കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയതിനെ തുടർന്നാണ് ശേഷിക്കുന്നത് പൂർത്തിയാക്കാൻ മറ്റൊരു കരാറുകാരന് നൽകിയത്. ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് ഇപ്പോൾ കരാറുകാരൻ പണികളിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചത്. ജനപ്രതിനിധികളും നേതാക്കളും ഉദ്യോഗസ്ഥരും നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നപ്പോൾ വർഷങ്ങളായി പൊടി തിന്നു ജീവിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. മീഡിയ ടൈം, മാള. മാള സർക്കാർ മോഡൽ LP സ്കൂളിൽ 133ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും ആഘോഷിച്ചു.
സാരംഗ് 2K26 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതേ സമയത്ത് 4 മണിക്ക് കയർമാത്ര സ്കൂളിൽ വാർഷികാഘോഷം നടത്തി. 7 വാർഷികാഘോഷമാണ് ഇന്ന് പങ്കെടുക്കേണ്ടത്. ഇത് 3ാമത്തെയാണ്. 4 കൂടി പങ്കെടുക്കേണ്ടതായിട്ട്. എന്തായാലും നമ്മുടെ കൊച്ചുമക്കളുടെ കലാപരിപാടികൾ ഉൾപ്പെടെ ഇന്നിവിടെ നടക്കാനുണ്ട്. മേക്കപ്പൊക്കെ ചെയ്ത് ക്ഷീണിതരായിട്ട് അവരെല്ലാവരും ഇതിനുശേഷമായിരിക്കും ഇത് തുടങ്ങുന്നത്. അത് കാണാനായിരിക്കും രക്ഷിതാക്കളൊക്കെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അവരെ പാഠ്യേതര വിഷയം എന്ന നിലയിൽ തന്നെ കലയെയും കായികവും വിനോദങ്ങളെയും അവരിലുണ്ടാകുന്ന ഏതൊരു അഭിരുചിയെയും ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു കൂട്ടായ്മയാണ് നമ്മുടേതെന്ന് പറയുന്നത്. പഴയ പോലെ അല്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, പഞ്ചായത്ത് സ്ഥിരം കമ്മിറ്റി അംഗങ്ങളായ TK ജിനേഷ്, ജിജി ജോയ് മാതിരപ്പിള്ളി, വാർഡ് മെമ്പർ MS അശ്വതി, BPCP ലീജു എന്നിവർ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ MK ബാബു, AG ഗീത, സിമി ഭൂപേഷ്, OSA പ്രസിഡന്റ് CL പിൻഡോ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ഹോളി ഫാമിലി LP സ്കൂളിൽ 111ാം വാർഷികാഘോഷവും രക്ഷകർതൃദിനവും ആഘോഷിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സിസ്റ്റർ ആഷ തെരേസ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ പ്രസന്ന ജോസ്, പുത്തഞ്ചിറ ഫെറോന വികാരി ഫാദർ ബിനോയ് പൊഴോലിപ്പറമ്പിൽ, അസിസ്റ്റന്റ് വികാരി റോയ് കൈതാരത്ത്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് മെമ്പർ റോമി ബേബി, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CN പ്രദീപ്, സെന്റ് ജോർജ് കപ്ലോൺ ഫാദർ ഡെൻസൺ നെരേപ്പറമ്പിൽ, ലോക്കൽ മാനേജർ സിസ്റ്റർ റിൻസി, PTA പ്രസിഡന്റ് വിൽസൺ PR, OSA പ്രസിഡന്റ് വിൻസൺ മഞ്ഞളി, MPTA പ്രസിഡന്റ് ലിവ്യ ജോർജ്, മുൻ PTA പ്രസിഡന്റ് PA നിസാർ എന്നിവർ പങ്കെടുത്തു. കുഴൂർ കുണ്ടൂർ മേരി ഇമാക്കുലേറ്റ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഫാദർ ഷാജി തെക്കേക്കര കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് കുർബാന, ലതീഞ്ഞ്, നൊവേന, ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം എന്നിവ നടന്നു. ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ് തിരുനാൾ. വികാരി ഫാദർ അഖിൽ വടക്കൻ, ട്രസ്റ്റിമാരായ ഡാൻഡിസ് കാഞ്ഞിരത്തിങ്കൽ, റോസ്ലി ഫ്രാൻസിസ്, തിരുനാൾ കൺവീനർ ലിസി ജോസ്, കമ്മിറ്റി അംഗങ്ങൾ, പ്രസിദ്ധേന്തിമാർ എന്നിവർ പങ്കെടുത്തു. നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി എഴുന്നള്ളിപ്പിന് അണിനിരക്കുന്ന ഗജവീരന്മാർക്ക് സ്വീകരണം നൽകി. നെല്ലായി സെന്ററിൽ നിന്നും താളമേള അകമ്പടിയോടെയാണ് സ്വീകരണം ഒരുക്കിയത്. പഴയന്നൂർ ശ്രീരാമൻ, വാര്യത്തെ ദേവി നന്ദൻ, മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ, പൂർണ്ണശ്രീ കൊച്ചയ്യപ്പൻ എന്നീ ഗജവീരന്മാരെ വയലൂർ പരമേശ്വരൻ നെല്ലായി സെന്ററിൽ നിന്നും സ്വീകരിച്ച് ആനയിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നടവരമ്പ് സ്കൂൾ മുതൽ ഇരിങ്ങാലക്കുട ചന്തക്കുന്ന് വരെയുള്ള റോഡ് കോൺക്രീറ്റിംഗ് പാതിയിൽ നിർത്തിയതായി ആക്ഷേപം. ഫെബ്രുവരി അവസാനത്തോടെ എല്ലാ ജോലികളും പൂർത്തിയാക്കുമെന്ന് KSTP. കുഴൂർ തെക്കൻ താണശ്ശേരി കള്ളിയാട് റോഡ് നിർമ്മാണ പ്രവൃത്തികൾ വീണ്ടും നിലച്ചു. 4 വർഷമായി പൊടിശല്യം മൂലം നാട്ടുകാർ ദുരിതത്തിൽ കഴിയുന്നതിനിടയിലാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ടാറിംഗ് തുടങ്ങിയത്. മാള സർക്കാർ മോഡൽ LP സ്കൂളിൽ 133ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃദിനവും ആഘോഷിച്ചു. സാരംഗ് 2K26 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.